ഈ കാണുന്നതാണ് വാടക്കൽ കടപ്പുറം. ഈ കടപ്പുറത്തിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. 1972 23 പേര് പോയി മരിച്ച, ഓഗസ്റ്റ് 23-ാം തീയതി 23 പേര് പോയി മരണപ്പെട്ട ഒരു കടപ്പുറമാണിത്. ഇതെന്ന് പറഞ്ഞാൽ വാടക്കൽ ദുരന്തം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ചരിത്ര രേഖകളും ഉണ്ട്. ഇവിടെ വാടക്കൽ ദുരന്തം എന്ന പേരിൽ ഒരു കുരിശടി സ്ഥാപിതമായിട്ടുണ്ട്. അന്ന് 23 പേരോളം പോയി ഇവിടുന്ന് വെളുപ്പിന് 3 മണിക്ക് ഇവിടുന്ന് ചൂണ്ടയ്ക്ക് പോയ ആളുകൾ പലരും കാറ്റും കോളും കാരണത്താൽ കുറേ പേര് രക്ഷപ്പെട്ട് തിരിച്ചു വന്നു. അതിൽ 23 പേര് പോയി വളരെ വളരെ വലിയൊരു വേദനാജനകമായ ഒരു ദുരന്തം നടന്ന സ്ഥലമാണ് വാടക്കൽ ദുരന്തം എന്ന് പറയുന്നത്. അത് സംഭവിച്ച സ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ഈ കാണുന്നത്. ഇതൊരു പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ചരിത്ര രേഖകളിൽ ഈ സംഭവം ഉണ്ട്, പക്ഷേ പുറം ലോകം പലരും അറിഞ്ഞിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞതാണ്, പണ്ട് നമ്മൾക്ക് ഇന്നത്തെ പോലുള്ള നവമാധ്യമങ്ങളോ വാർത്താ ചാനലുകളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് റേഡിയോയിലൂടെയും പത്രങ്ങളിലൂടെയുമാണ് വാർത്തകൾ അറിയാനുള്ള ആകെ ഉണ്ടായിരുന്നൊരു സാഹചര്യം. അന്ന് അതിന് ഒരുപാട് ലിമിറ്റ് ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ 15 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഉള്ള വാർത്തകളിൽ നമ്മളുടെ കേരളത്തിലെയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ വാർത്തകളെല്ലാം ഉൾപ്പെടുത്തേണ്ടത് കൊണ്ട് എല്ലാ വാർത്തകൾക്കും ഒരു പരിമിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ വാർത്തയെക്കുറിച്ച്, ഈ വാടക്കൽ ദുരന്തം എന്ന് പറയുന്ന വാർത്തയെക്കുറിച്ച് ആളുകൾ കേട്ടിട്ടുണ്ടാവുമെങ്കിലും ഓർമ്മ നിൽക്കാൻ ചാൻസ് ഇല്ല. കാരണം ഇന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വാർത്താ മാധ്യമങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം അല്ലെങ്കിൽ ഒരാഴ്ചത്തോളം അതിങ്ങനെ റണ്ണിങ് ആയിക്കൊണ്ടേയിരിക്കും എന്തൊരു കാര്യം വന്നതെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ അത് പതിഞ്ഞിരിക്കും. നമ്മുടെ സുകുമാരക്കുറുപ്പിൻ്റെ സംഭവം പോലെയൊന്നും പതിയാൻ മാത്രമുള്ള ഒരു ഒരു ഫോഴ്സ് ഈ വാർത്തയ്ക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വാടക്കൽ ദുരന്തത്തെക്കുറിച്ച് പുറത്തോട്ട് ഇറങ്ങിച്ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ പഴയ ആളുകൾക്ക് അറിയാൻ പറ്റും, പക്ഷേ ഇന്നത്തെ തലമുറകൾക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ തലമുറകൾക്കോ അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഈ വാടക്കൽ ദുരന്തത്തെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെളുപ്പിന് 3 മണിക്ക് ഇവിടുന്ന് ചെറുവഞ്ചികളിൽ ചൂണ്ടയ്ക്ക് പോയ ആളുകളാണ്. അവർ ചൂണ്ടയ്ക്ക് പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ സമയത്താണ് സാധാരണ പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പോയാലേ മത്സ്യം നമുക്ക് കിട്ടുകയുള്ളൂ. അതും വലിയ മത്സ്യത്തിന് വേണ്ടിയാണ് ചൂണ്ടയ്ക്ക് പോകുന്നത്. ചെറിയ മത്സ്യങ്ങളെ നമുക്ക് വലയിട്ട് പിടിക്കാൻ പറ്റും, പക്ഷേ വലിയ മത്സ്യങ്ങൾക്ക് നമ്മൾ ചൂണ്ടയിട്ടാൽ മാത്രമേ വലിയ മത്സ്യം കിട്ടുകയുള്ളൂ. അതും പുറംകടലിൽ പോകണം. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അത് കിലോമീറ്ററുകൾ ദൂരെ പോകേണ്ടത് കൊണ്ട് തന്നെ വെളുപ്പിനെ പോയാലേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മീൻ ഏറ്റവും കൂടുതൽ കയറുന്ന സമയമാണ്. കാരണം ഈ മഴയും കർക്കിടക മാസമൊക്കെ കടൽ ഇളകി കിടക്കുന്ന സമയമാണ്. അപ്പോൾ ഈ